ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പാപകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വീണു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നഷ്ടമാകുമോ എന്നൊരു ശങ്ക പലരും പ്രകടിപ്പിച്ചു കണ്ടു. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്നും അപ്രകാരം പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോകുമെന്നും പഠിപ്പിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ആലോചിക്കുന്നത്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നു. കഥയിൽ ഇങ്ങനെയാണ്: ദൈവത്തിൽ വിശ്വാസമുള്ള, യേശുവിനെ ധരിച്ചിട്ടുള്ള ഒരാൾ, മാമോദീസ സ്വീകരിച്ചയാൾ, ദൈവത്തിന് അഭിഷേകം നിലനിൽക്കുന്ന അയാൾ ഒരു പെൺകുട്ടിയെ കാണാനിടയായി. ആ പെൺകുട്ടിയാകട്ടെ ഒരു മന്ത്രവാദിയുടെ മകളാണ്. അദ്ദേഹം ഈ പെൺകുട്ടിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അവൾ പറഞ്ഞു, ഇതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എൻ്റെ പിതാവ് അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ കഴിയൂ. അദ്ദേഹം പറഞ്ഞാൽ എന്നാൽ പിതാവിനോട് ചോദിക്കാം. അങ്ങനെ ഇയാൾ പെൺകുട്ടിയുടെ പിതാവിനെ കണ്ടു. അദ്ദേഹത്തോട് മകളെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട് എന്നറിയിച്ചു. മന്ത്രവാദി പറഞ്ഞു, എനിക്കത് വിരോധമൊന്നുമില്ല, പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ എൻ്റെ മൂർത്തിയോട് ചോദിക്കണം. ആരാണ് താങ്കളുടെ മൂർത്തി? എൻ്റെ മൂർത്തി ഒരു പൈശാചിക തിന്മയാണ്. ആ തിന്മയോട് ചോദിച്ചാൽ മാത്രം, അനുവാദം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞു, ചോദിക്കൂ. അങ്ങനെ മന്ത്രവാദി തൻ്റെ മൂർത്തിയോട് തൻ്റെ മകളെ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മൂർത്തി പറഞ്ഞു, അയാൾ മാമോദീസ ഉപേക്ഷിക്കണം, വിശ്വാസം തിരസ്കരിക്കണം, ക്രിസ്തുവിനെ ഉപേക്ഷിക്കണം. അത് ഈ കത്തോലിക്കനായ ആളോട് മന്ത്രവാദി പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കണം, വിശ്വാസ പ്രമാണം നിങ്ങൾ തെറ്റിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം ഈ പെൺകുട്ടിക്ക് വേണ്ടി വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായി. യേശുവിനെ തിരസ്കരിച്ചു, യേശുവിനെ തള്ളിപ്പറഞ്ഞു, വിശ്വാസ പ്രമാണം തെറ്റി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, ഇപ്പോൾ റെഡിയായില്ലേ? അപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ഞാനൊന്നുകൂടി ചോദിക്കട്ടെ മൂർത്തിയോട് ചോദിച്ചു, ഇപ്പോൾ ഇയാൾ മകളെ വിവാഹം ചെയ്യാൻ യോഗ്യനായിട്ടുണ്ടോ? അപ്പോൾ മൂർത്തി പറഞ്ഞു, അയാൾ വിശ്വാസം ഉപേക്ഷിച്ചു എന്നത് ശരിയാണ്, അയാൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അയാളുടെ നെറ്റിയിലുള്ള മുദ്ര മായുന്നില്ലല്ലോ, അയാളിലുള്ള പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നില്ലല്ലോ. അതില്ലാതെ നമുക്ക് ഈ വിവാഹത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. നമ്മൾ ആലോചിക്കണം, ഒരാൾ ഒരു പെൺകുട്ടിയെ മോഹിച്ചതിൻ്റെ പേരിൽ വിശ്വാസം ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുകയും യേശുവിനെ അധരം കൊണ്ട് തള്ളിപ്പറയുകയും ചെയ്തതിന് ശേഷവും ഈ പറഞ്ഞ മന്ത്രവാദി പറയുന്നത് അയാളിലുള്ള പരിശുദ്ധാത്മാവ് പോയിട്ടില്ല, അയാളിൽ ഈ മുദ്ര ശേഷിക്കുന്നു, ആ മുദ്ര ഉള്ളിടത്തോളം കാലം നമുക്ക് അയാളുമായി ബന്ധം സ്ഥാപിക്കാൻ വയ്യെന്നാണ്. എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു കഥയാണ്. പക്ഷേ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണ്? നാം വിശ്വാസം തള്ളിപ്പറഞ്ഞാൽ പോലും, നാം ദൈവത്തിനെതിരെ സംസാരിച്ചാൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകില്ല. ദൈവം നിത്യസഹായമായി നമുക്ക് നൽകിയിട്ടുള്ള ആത്മാവ് മരണം വരെയുള്ള വഴിയിൽ നമ്മെ വഴി നടത്താനുള്ള ആത്മാവാണ്. എന്നേക്കും നമ്മളോടുകൂടെ ആയിരിക്കാൻ അയക്കപ്പെട്ട ആത്മാവ്. ആ ആത്മാവ് നമ്മെ വഴിയിൽ തള്ളുകയില്ല. എന്തുകൊണ്ടാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ പാപത്തിന് ശേഷം അനുതാപം ഉണ്ടാകുന്നത്? പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോയിരുന്നെങ്കിൽ പിന്നെ അനുതാപത്തിന് സാധ്യത എന്താ ഉള്ളത്? അനുതാപം ജനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവല്ലേ, വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവാണ് മാമോദീസയിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ ആ ആത്മാവാണ് പാപബോധം നൽകുന്നത്. പാപം ചെയ്തതിന് ശേഷം പാപബോധം നൽകുന്ന ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാപം ചെയ്യുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടു. ഇനി ഇത് പറയാൻ ഇടയാകുന്ന ചില കാര്യങ്ങൾ പഴയ നിയമവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസത്തെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് പഴയ നിയമമായിട്ടാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, സങ്കീർത്തനം 51:11, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ഊറിയായുടെ ഭാര്യയായ ബത്ശബയെ
ദാവീദ് തട്ടിയെടുക്കുന്നു. അങ്ങനെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് നീതിരഹിതനായി മാറിയ രാജാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപിക്കുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നാം ഇന്നും ആ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ വിട്ടുപോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകർ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, അനേക പ്രഘോഷകർ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നു. വാസ്തവത്തിൽ എന്താണ് ദാവീദ് അങ്ങനെ പറയാൻ കാരണം? ദാവീദിന് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. ദാവീദിന്റെ കാലത്ത് പരിശുദ്ധാത്മാവ് താൽക്കാലികമായി അഭിഷേകം ചെയ്യുന്നു, ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഒരു നിയോഗത്തിന് വേണ്ടി ആത്മാവിനെ നൽകുന്നു എന്നല്ലാതെ ക്രിസ്തുവിൽ നൽകപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. പ്രത്യേകിച്ചും ദാവീദ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യമുണ്ട്. ദാവീദിനൊരു മുൻ അനുഭവം കിടപ്പുണ്ട്. എവിടെയാണ്? ഒന്ന് സാമുവേലിന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ. അത് നമ്മുടെ സാവൂളുമായി ബന്ധപ്പെട്ട അമലോക്യരെ വധിക്കണം, അവരെ നിശേഷം നശിപ്പിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് സാവൂളിന് അരുളപ്പാട് കൊടുക്കുന്നു സാമുവേൽ മുഖാന്തരം. ആ അറിയിപ്പ് സ്വീകരിച്ച് സാവൂൾ അവരെ കൊലപ്പെടുത്തുന്നു. എന്നിട്ട് അവരുടെ ആടുകളെ എടുത്തുകൊണ്ട് പോരുന്നു. ഒന്നും അവിടെ നിന്ന് എടുക്കരുത് എന്ന കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച് സാവൂൾ ദൈവം പറഞ്ഞത് കേൾക്കാതെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ അവരുടെ ആടുകളെ കൊള്ളയടിക്കുന്നു. അപ്പൊ സാമുവേൽ പറയാണ്, നീ ദൈവത്തിന്റെ വാക്ക് തിരസ്കരിച്ചു. ബലിയല്ല, കർത്താവിന് ആവശ്യം അനുസരണമാണ്. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. നീ ബലിയർപ്പിക്കുന്നുണ്ട്, കാര്യമില്ല. അതുകൊണ്ട് കർത്താവ് നിന്നെ തിരസ്കരിച്ചു എന്നാ പറയാം. 22-23 തിരുവചനങ്ങളിൽ സാമുവേൽ അത് പറയുന്നുണ്ട്, നിന്നെ തിരസ്കരിച്ചിരിക്കുന്നു. അങ്ങനെ സാവൂൾ അഭിഷേകത്തിൽ നിന്ന് വീണു. ആ അഭിഷേകത്തിൽ നിന്ന് വീണ സാവൂളിന്റെ ഉള്ളിലേക്കാണ് ദാവീദിനോടുള്ള അസൂയയുടെ ദുരാത്മാവ് പ്രവേശിക്കുന്നത്. അത് സാവൂളിന്റെ നാശത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരു നിയോഗത്തിന് വേണ്ടി നൽകുന്ന, ജനങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നൽകുന്ന, ഒരു അഭിഷേകമായി നൽകുന്ന ഒന്ന് എടുക്കപ്പെടും. അതിൽ സംശയമൊന്നുമില്ല. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല എന്നതൊരു പരമാർത്ഥമാണ്. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്ന എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് യേശുവിലാണ്. യേശുവിലാണെന്ന് പറയുമ്പോഴും യേശു വന്നപ്പോൾ തന്നെ നൽകിയോ? ഇല്ല. യേശുവിൻ്റെ സ്നാനം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വരുന്നുണ്ട്. പക്ഷേ യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്ന എപ്പോഴാണ്? യോഹന്നാൻ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 37 മുതൽ 39 വരെ തിരുവചനങ്ങളിൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ യേശു അതിൻ്റെ അവസാനം പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്നിട്ട് 39-ാം തിരുവചനം പറയാണ്, ഈ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. എന്തെന്നാൽ ഇതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല, കാരണം യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യേശുവിൻ്റെ മഹത്വീകരണമാണ്, കുരിശിലെ അർപ്പണമാണ് ആത്മാവിനെ ഭക്ഷിക്കാൻ കാരണമാകുന്നത്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു നിശ്ചിത സമയത്തേക്ക്, ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടിയാണ്. സഹായകനായ പരിശുദ്ധാത്മാവ്, വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവ് യേശുവിലാണ് ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. അത് യേശുവിൻ്റെ മഹത്വീകരണത്തോട് ചേർന്നിട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പഴയ നിയമത്തിലെ പ്രാർത്ഥന ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അത് പഴയ നിയമത്തിൽ മാത്രമേ പറയാൻ പറ്റൂ. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്ന് പറഞ്ഞാൽ ദൈവം എന്നേക്കുമായി തന്ന ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തരുന്നത് എന്നേക്കുമായിട്ടാണ്. മാമോദീസ എന്ന് വെച്ചാൽ മായ്ക്കപ്പെടാനാവാത്ത മുദ്ര. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സ്ഥിരമായി നൽകുന്നു. അങ്ങനെ നൽകപ്പെട്ട ആത്മാവ് നമ്മിലുള്ളത് കൊണ്ടാണ് പാപത്തിന് ശേഷം നമുക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത്. നമ്മുടെ കഴിവല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച്, നമ്മുടെ പോരായ്മയെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്ന, അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെയാണ് പിന്നെ അനുതാപം ഉണ്ടാകുക? അപ്പോൾ സാമാന്യമായി ഉണ്ടാകാവുന്നൊരു ചോദ്യം, ഇങ്ങനെ യേശുക്രിസ്തുവിലൊക്കെ വിശ്വസിക്കുകയും പാപത്തിൽ തന്നെ തുടരുകയും ചെയ്ത് മരണം വരെ പാപകരമായ സാഹചര്യത്തിൽ ജീവിച്ചാൽ അവിടെ എല്ലാം പരിശുദ്ധാത്മ നിഷേധമാണ് നമ്മൾ ചെയ്യുക. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടല്ല, പരിശുദ്ധാത്മ നിഷേധമാണ്.
പരിശുദ്ധാത്മ നിഷേധം അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നിത്യനാശത്തിലേക്ക് പോകും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അവസാനം വരെ പശ്ചാത്താപമില്ലാത്തയാൾ. അങ്ങനെയാണല്ലോ 6 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെതായ തിന്മകൾ പറയുന്നത്. ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ട് അത് അംഗീകരിക്കാത്തത്, പാപത്തിൽ തന്നെ തുടരുന്നത്, അസൂയ, സഹോദരനുണ്ടാകുന്ന നന്മയിലുള്ള അസൂയ, അതേപോലെ മരണം വരെ അനുദപിക്കാത്തത് പാപകരമായ അവസ്ഥയാണ്. പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ തിന്മ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണല്ലോ. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നാണ് എഫേസ്യർ 4:30 പഠിപ്പിക്കുന്നത്. നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് എന്നേക്കുമായി നൽകപ്പെട്ടതാണ്. നമ്മുടെ നെറ്റിയിലുള്ള മാമോദീസയിലെ മുദ്ര മായ്ക്കപ്പെടാനാവാത്ത മുദ്രയാണ് എന്ന് തിരിച്ചറിയണം. നമ്മൾ പാപം ചെയ്യുന്നത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കുകയും അതേസമയം ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ സ്വയം സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, ആ ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ മനസ്സിലാക്കാതെ പോകുമ്പോൾ, അതിനേക്കാൾ ഉപരിയായി ലോകത്തോട് സ്നേഹം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അകമേ വസിക്കുന്നുണ്ട്. ആ ആത്മാവ് വേദനിക്കുമെന്നാണ് ശ്ലീഹ പറയുന്നത്. ഇനി 1 യോഹന്നാൻ 2:1 യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ പാപം ചെയ്യാനിടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. പാപം ചെയ്യാനിടയായാൽ കുമ്പസാരം എന്ന കൂദാശ ഉള്ളത് തന്നെ നമുക്ക് വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാമോദീസ സ്വീകരിക്കുമ്പോഴും പാപച്ചായ്ച്ചിൽ നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്ന പാപച്ചായ്ച്ചിലിനെ മറികടന്ന് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിലുണ്ടാകണം. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തനക്ഷമമാകുമ്പോൾ നിശ്ചയമായിട്ടും പാപത്തെ അതിജീവിക്കാനായി വിശുദ്ധീകരണ മാർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയും. അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അനുതാപം. ദൈവത്തിൻ്റെ ആത്മാവാണ് അതിനെ സഹായിക്കുന്നത്. ദൈവാത്മാവിൻ്റെ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നില്ല എന്ന കാര്യം ഓർക്കണം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ യേശു പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അവിടെ നിന്ന് അയച്ചു തരികയും ചെയ്യും. എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ യേശു പറഞ്ഞതാണ്. യേശു എന്നേക്കുമായി നമുക്കൊരു കാര്യം തന്നിട്ട് യേശു ഇടയ്ക്ക് വെച്ച് തിരികെ എടുക്കുമെന്ന് വന്നാൽ യേശു വാക്കുപാലിക്കുന്നവനാകുമോ? ദൈവം വാക്കുപാലിക്കുന്ന ദൈവമാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു ആത്മാവിനെ നിങ്ങൾക്ക് നൽകുകയും, പാരാക്ലൈറ്റ്, സഹായകൻ. എന്താണ് അവൻ്റെ പ്രവൃത്തി? അവൻ്റെ പ്രവൃത്തി ജീവിതത്തെ സഹായിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് കാണുന്ന ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, സഹായകനാണ്. പാരാക്ലൈറ്റ്, സഹായകൻ. ഗ്രീക്ക് പദം പാരാക്ലൈറ്റ് എന്നതിൻ്റെ അർത്ഥം സഹായകൻ എന്നാണ്, കൗൺസിലർ എന്നാണ്, അഡ്വക്കേറ്റ് എന്നാണ്. അങ്ങനെ പല അർത്ഥങ്ങളും പറയാൻ പറ്റും. അവിടെയെല്ലാം സഹായം ചെയ്യാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം ഈ സഹായം നമുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നന്മയുടെ മാർഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് വ്യാപരിക്കാൻ, ദൈവത്തോട് കൂടെ ചേർന്നായിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ദൈവോന്മുഖമായി നാം ജീവിക്കേണ്ടതുണ്ട്. എന്നാൽ നാം ദൈവത്തെ നിഷേധിക്കുമ്പോഴും ആ ആത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകുന്നില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജനിച്ച 6-ാം ദിവസം മാമോദീസ സ്വീകരിച്ച ആളാണ് ഞാൻ. അങ്ങനെ ജനിച്ച 6-ാം ദിവസം മാമോദീസ സ്വീകരിച്ച ഞാൻ 12-ാമത്തെ വയസ്സിൽ വഴിതെറ്റി. ഈ അടുത്ത് ആരോ കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വഴിതെറ്റിയ ആളാണെന്ന്. അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. എനിക്ക് വഴിതെറ്റിയതാ. ആ വഴിതെറ്റിയ ഞാൻ ക്രിസ്തുമാർഗത്തിലേക്ക് തിരിച്ചു വരുന്നത് 29-ാമത്തെ വയസ്സിലാണ്. കൃത്യം 18 വർഷം ഈ ലോകത്ത് ദൈവമില്ലെന്ന് പഠിപ്പിക്കുകയും ലോകമാർഗങ്ങളിൽ ചരിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. അത് ഇന്ന് എനിക്ക് പറയാൻ ഒരു മടിയില്ല. കാരണം ദൈവം എന്നെ വീണ്ടെടുത്തത് എന്നോടുള്ള കാരുണ്യം മാത്രമല്ല, ഇപ്രകാരം ആയിരിക്കുന്നവർക്കൊക്കെ ഒരു സാക്ഷ്യമായിട്ടാണ്. സ്വീകരിച്ച മാമോദീസ പ്രവർത്തിക്കുന്നത് 29-ാമത്തെ വയസ്സിലാണ്. അത് ധ്യാനം കൂടിയിട്ടല്ല, പ്രത്യേക അന്വേഷണങ്ങൾ കൊണ്ടല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഉത്തരം നൽകാൻ തയ്യാറായി. ദൈവാത്മാവ് പ്രവർത്തിച്ചു. അതുവരെ മറയ്ക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വാസത്തിലേക്ക് അവിടെ തന്നെ നയിക്കുന്നത്. വിശ്വാസം ഉപേക്ഷിക്കുന്ന നാളുകളിൽ എനിക്കുണ്ടായിരുന്ന ഒരു സംശയം ഉൽപ്പത്തിയെ സംബന്ധിച്ചായിരുന്നു. ഉൽപ്പത്തി ഒരു കഥയാണെന്ന് അന്ന് എനിക്കറിയില്ല. സംഭവിച്ച കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
അങ്ങനെ സംഭവിച്ച കാര്യമായിട്ട് കാണുമ്പോൾ അതിൽ ക്രമക്കേടുണ്ട്. സൂര്യനെ നിർമ്മിക്കുന്നതിന് മുൻപ് പ്രഭാതവും പ്രദോഷവും ഉണ്ടാകുന്നുണ്ട്. ഉഷസായി സന്ധ്യയായി 1-ാം ദിവസം മുതൽ പറയുകയും 4-ാം ദിവസം സൂര്യനെ നിർമ്മിക്കുകയും ചെയ്താൽ അപ്പോൾ ആദ്യം ഉണ്ടായ വെളിച്ചം തെറ്റിയില്ലേ? അപ്പോൾ ഇത് മുഴുവൻ മനുഷ്യൻ എഴുതിയതാണെന്നും തെറ്റിപ്പോയതാണെന്നും അങ്ങ് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് വിശ്വാസത്തിൽ ഞാൻ അകലുന്നത്. എന്നാൽ ഞാൻ കിടക്കാനായിട്ട് പോകുമ്പോൾ, ഞാൻ കിടന്നുറങ്ങാനായി കട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു പുസ്തകത്തിൻ്റെ ഒരു പേജ് നോക്കുകയാണ്, ഒരു കാറ്റഗിസം പുസ്തകത്തിൻ്റെ. ഞാൻ വിശ്വാസിയല്ല കേട്ടോ. അതിന് മുൻപിൽ 1-ാമത്തെ പേജിൽ പ്രപഞ്ചോൽപ്പത്തി. വീണ്ടും ആ സംശയം എൻ്റെ ഉള്ളിലേക്ക് വന്നു. 7-ാം ക്ലാസ് മുതൽ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരം, ആ ഭാരം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ ആ ചിന്തയോടെ കിടന്നു. ഒന്ന് മയങ്ങിപ്പോയ ഉടനെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ വെളിച്ചം ഞാനായിരുന്നു. ആ വെളിച്ചം ഞാനായിരുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്ന യഥാർത്ഥ വെളിച്ചമായ, പ്രാരംഭത്തിൽ നാം കാണുന്ന യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തു ആണ് ഈ ഉഷസ്സും സന്ധ്യയും ആകുന്നതിന് ആദ്യം മുതലേയുള്ള വെളിച്ചമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത് ബോധ്യപ്പെട്ട നിസ്സാരമായിട്ടാ, എൻ്റെ ചിന്ത കൊണ്ടോ ഭാവന കൊണ്ടോ ശേഷി കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നുമല്ല. ആരാണ് അത്രയും നാൾ നടന്ന വഴിയിൽ തന്നെ തിരിച്ചു നടത്തിയത്? അതുകൊണ്ട് വിശ്വാസരാഹിത്യത്തിലുള്ള വീണുപോയെന്ന് പറയുന്ന, വഴിതെറ്റിപ്പോയെന്ന് ലോകം പറയുന്ന എല്ലാവരെക്കുറിച്ചും എനിക്കുള്ള പ്രത്യാശയും ഉറപ്പും ഇതാണ്: ഒരു നിമിഷം മതി തിരികെ കൊണ്ടുവരാൻ. ഞാനത് വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള വിശ്വാസമാണ്. മാമോദീസ, നിങ്ങൾ മാമോദീസ സ്വീകരിച്ച ആളാണെങ്കിൽ എത്രയേറെ കാലം അകന്നോടിയാലും ഒരു ദിനം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകും. മാനുഷികമായ അറിവും കഴിവും ഒന്നുമില്ലാതെ പോകും. അതുകൊണ്ടാണ് മരണം വരെ ഒരാൾ പാപകരമായ അവസ്ഥയിലാണെങ്കിലും മരണസമയത്ത് അയാൾ അനുതപിച്ചില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഇനി എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുള്ളത്? സഹായകനായിട്ടാണ്. ഈ ഭൂമി ജീവിക്കുന്ന കാലത്ത് ദൈവത്തിനായിരിക്കാൻ, സാഹോദര്യം പുലർത്തി ജീവിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കാൻ, സ്വയാർപ്പണത്തിൻ്റെ ജീവിതം നയിക്കാൻ സഹായകനായ പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ സഹായകൻ നൽകപ്പെട്ടിട്ടില്ല. കൽപ്പനകൾ നൽകപ്പെടുകയും സഹായകൻ നൽകപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യന് കൽപ്പന പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിൽ വരികയും പാപത്തിന് പരിഹാരമായി മരിക്കുകയും പാപകരമായ തിന്മയുടെ ഭാരത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി. ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ പാപമില്ലാതെ ജീവിക്കാൻ കഴിയും, വിശുദ്ധീകൃതരായി ജീവിക്കാൻ കഴിയും. ഇനി അങ്ങനെ വിശുദ്ധീകൃതരായി ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന മാമോദീസ സഭയിലാണ്. സഭയുടെ കൂട്ടായ്മ നമുക്ക് വൈകാരിക ബലം നൽകും. അങ്ങനെ സഭയുടെ കൂട്ടായ്മയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിനോടൊന്നിച്ചുള്ള യാത്രയിൽ നാം പുരോഗമിക്കുമ്പോഴാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുക. മനസ്സിലാക്കേണ്ടത് ജീവിതകാലം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട്. അപ്പോൾ വേറൊരു സഹോദരൻ എൻ്റെ ചോദിച്ചൊരു ചോദ്യം ഇതാണ്: മാരകമായ പാപം ചെയ്ത് നാം മരിച്ചു പോയാൽ നരകത്തിൽ പോകുന്നുണ്ടല്ലോ, അതുപോലെ പരിശുദ്ധാത്മാവ് പോകില്ലെന്നാണ്. അതായത് ഈ ഭൂമിയിലെ ജീവിതത്തിന് സഹായകനാണ് പരിശുദ്ധാത്മാവ്. സ്വർഗത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല, കാരണം നാം പോകുന്നത് ദൈവത്തിലേക്കാണ്. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് മാരകപാപം ചെയ്യാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ട്. ആ സഹായം നാം സ്വീകരിച്ച് ആ വഴിയെ ചരിച്ചാൽ, ദൈവാത്മാവിൻ്റെ പ്രേരണകൾക്ക് വിധേയമായി ജീവിച്ചാൽ നിശ്ചയമായും പാപരഹിതമായി ജീവിക്കാൻ കഴിയും. ഇനി മാരകപാപം ചെയ്ത് നാം മരിക്കാനിടയായാലോ, അപ്പോൾ നാം നിത്യനാശത്തിന് കാരണമായിട്ട് മാറും. അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല, കാരണം മരണത്തോടെ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുന്നു. അവിടെ പിന്നെ സഹായകനില്ല. ഈ ഭൂമി ജീവിക്കുന്ന കാലത്താണ് സഹായകൻ. സ്വർഗത്തിൽ സഹായകൻ്റെ ആവശ്യമില്ല. നാം പോകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് മാരകമായ പാപം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അവസാന സമയം വരെ ദൈവം നമുക്ക് അവസരം നൽകുന്നുണ്ട്. അനുദപിക്കാനും തിരികെ പോകാനും പരിശുദ്ധാത്മാവിൽ നമുക്ക് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെയും നാം നിഷേധിച്ചാൽ നിത്യനാശം അവകാശമാക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവ് മരണത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകും. ദൈവസന്നിധിയിലാണ് നിത്യകാലം നാം ജീവിക്കുക. അവിടെ പാപകരമായ ജീവിതമാണ് നാം ഈ ഭൂമിയിൽ നയിച്ചിട്ടുള്ളതെങ്കിൽ
നാം നിത്യനാശത്തിൽ നിബന്ധിക്കും എന്നതൊരു വാസ്തവമാണ്. പക്ഷേ നമുക്കത് സംഭവിക്കാതിരിക്കാൻ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1227 പറയുകയാണ്, നമുക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന അവസരമാണ് മാമോദിസ. മാമോദിസ സ്വീകരിച്ചിരിക്കുന്നവർ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ടെന്നാണ് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് ഈ സഹായം നൽകുന്നുണ്ട്. നിരന്തരമായി ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി നാം ജീവിക്കുകയും വിശ്വാസം ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് അന്ത്യം വരെ നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ, ഈ ഭൂമിയിലെ ജീവിതകാലം മുഴുവൻ മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിൽ നമുക്ക് നിത്യഭാഗ്യം അനുഭവിക്കാൻ കഴിയും, ദൈവസന്നിധിയിൽ നിത്യകാലം ജീവിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ എടുത്തു കളയുന്നേയില്ല. പാപാവസ്ഥയിൽ എടുത്തു കളഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് എങ്ങനെ അനുതാപം ഉണ്ടാകും? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കൽപ്പന നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് ആരാ? ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുന്നത് ആരാ? നമ്മുടെ അകത്തിരുന്നു കൊണ്ട് നിരന്തരമായി നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത് ആരാ? എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാ? അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാണ്. പരിശുദ്ധാത്മാവിൽ മാത്രം നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയാവുന്ന ഹെബ്രായർ ലേഖനത്തിലാണ്. ഹെബ്രായർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം മുതൽ നമുക്ക് വായിക്കാൻ പറ്റും. അവിടെ നമ്മൾ ചെയ്യുന്ന തിന്മകളെക്കുറിച്ചൊക്കെ പറയുകയാണ്. ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടു ജീവിച്ചാൽ നമ്മൾ നിത്യനാശത്തിന് കാരണമായിട്ട് മാറും എന്ന് ശ്ലീഹ പറയുകയാണ്. എന്നിട്ട് 10-ാം തിരുവചനത്തെത്തുമ്പോൾ ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. അപ്പോൾ നീതിരഹിതനല്ലാത്ത, നമ്മെ സ്നേഹിക്കുന്ന, രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി സ്വപുത്രനെ ബലിയർപ്പിച്ച ദൈവം നമ്മെ തള്ളിക്കളയും എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. ഇനി വേറൊരു കാര്യമുള്ളത്, വിശ്വസിക്കുകയും അതേസമയം തന്നെ പാപത്തിൽ ജീവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. രണ്ടും തമ്മിൽ അങ്ങ് ചേർന്ന് പോകില്ല. വിശ്വസിക്കുന്നു എന്നത് നാം അധരം കൊണ്ട് പറയും, വിശ്വസിക്കുന്നു എന്നത് നാം പ്രവൃത്തി കൊണ്ട് പറയുന്നതാണ് നമ്മുടെ ജീവിതം. വിശ്വസിക്കുന്നുവെന്ന് അധരം കൊണ്ട്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് അധരം കൊണ്ട് പറയും. ജീവിതം കൊണ്ടോ? ജീവിതം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. വിശ്വാസം വെളിപ്പെടേണ്ടത് ജീവിതം വഴിയാണ്. അപ്പം അങ്ങനെ ജീവിതം കൊണ്ട് വിശ്വാസം വെളിപ്പെടുത്തുക എന്നത് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ ജീവിതമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആ പരിശുദ്ധാത്മാവ് നാം വീണു പോകുമ്പോൾ അനുതാപത്തിലേക്ക് നമ്മെ നയിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കും. അങ്ങനെ ആ ആത്മാവിൻ്റെ ജ്വലനമാണ് അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കുക. അതാണ് കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നമ്മളെ എത്തിക്കുക. ആ കുമ്പസാരത്തിൽ ദൈവകൃപയാൽ നമുക്ക് രക്ഷയിലേക്ക് തിരികെ വരാൻ കഴിയും. മാമോദീസയുടെ ഫലങ്ങൾ വീണ്ടും അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നില്ല എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കണം. ഇനി ചില ആളുകൾക്ക് ക്രൈസ്തവ ജീവിതം സാധ്യമല്ലെന്നൊരു പ്രഘോഷണത്തിൽ കേൾക്കാണ്. ഇങ്ങനെയൊക്കെ വിധിക്കുന്നത് ആരാണെന്ന് ആലോചിക്കണം. ഈ ലോകത്ത് ആർക്കാണ് ക്രൈസ്തവ ജീവിതം സാധ്യമല്ലാത്തത്? അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണം ഇതാണ്. ചില ആൾക്കാർ കീരിയും പാമ്പുമായിട്ടാണ് ഭാര്യയും ഭർത്താക്കന്മാർ ജീവിക്കുന്നത്. അവർ ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. ചില ആൾക്ക് മദ്യപിക്കാനാണ് താല്പര്യമുള്ളത്, അവർ മദ്യപിക്കുന്നതാണ് നല്ലത്. അതാണോ നമ്മുടെ മനോഭാവം? അങ്ങനെയാണ് നമ്മുടെ മനോഭാവങ്ങൾ. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അർത്ഥം എന്താ? സുവിശേഷം ഈ ലോകത്തോട് പറയുന്നത് എന്താ? പാപകരമായ വഴിയിൽ നിന്ന് നിങ്ങൾ തിരികെ നടക്കണം, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം നിങ്ങൾക്ക് അനുഭവിക്കാം. അന്ന് പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ദൈവരാജ്യം ഉണ്ട്, വെളിപ്പെട്ടു, നമുക്ക് നൽകപ്പെട്ടു. അങ്ങനെ നൽകപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ നിങ്ങൾ ദൈവാത്മാവിലേക്ക് തിരിയൂ, നിങ്ങൾ ഈ പ്രവൃത്തികൾ ഉപേക്ഷിക്കൂ എന്ന് പറയാൻ വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ അവരങ്ങനെ ജീവിക്കുള്ളൂ, അവർക്കതിനുള്ള ശേഷിയില്ല, അവരതിന് വിളിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പിന്നെ ആർക്കെങ്കിലും വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമോ? ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മദ്യപിക്കുന്ന ആളുണ്ടെന്നിരിക്കട്ടെ, ഇപ്പം നമ്മൾ ഉടനെ മനസ്സിൽ ഈ പ്രഘോഷണം കേട്ട തീരുമാനിക്കുന്നത് എന്താ? ഇയാൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കൊള്ളരുതാത്ത ആളാണ്, ഇയാൾക്ക് ആ യോഗ്യതയില്ല, അതുകൊണ്ട് അയാൾ വെള്ളമടിച്ച് തൊലയട്ടെ, അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക. എല്ലാ മനുഷ്യരും ബലഹീനത കൊണ്ടാണ് പാപത്തിൽ വീഴുന്നത്. ബലഹീനതകളിലൂടെ പോകാതിരിക്കാൻ ബലവാനായ ഒരുവൻ അകമയുണ്ടെന്ന തിരിച്ചറിവ് പരിശുദ്ധാത്മാവിൽ നമുക്ക് എത്രത്തോളം ഉണ്ടോ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മെ പ്രവർത്തിക്കും.
മധ്യസ്ഥം വഹിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകം ശക്തമാകാനാണ് പ്രാർത്ഥിക്കുന്നത്. അവരിൽ വസിക്കുന്ന ദൈവാത്മാവ് പ്രവർത്തിക്കാൻ നമ്മൾ കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഒറ്റ വ്യക്തിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. നമ്മൾ ഒറ്റ വ്യക്തികളായിട്ടല്ല, നമ്മളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അവിടെ പറയുന്ന ഇതാണ്, അവർക്ക് ശേഷിയില്ല, അല്ലെങ്കിൽ അവർ ക്രിസ്തുവിനായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. അങ്ങനെ നമുക്ക് ആരെയും നിഷേധിക്കാൻ കഴിയില്ല. ആരെ നിഷേധിക്കാൻ കഴിയും? ക്രിസ്തു ശിഷ്യരെ കൊന്നിരുന്ന അനേകം ആളുകൾ വിശ്വാസികളായിട്ടുണ്ട്. പീഡകരായിരുന്ന ആളുകൾ, അവരൊക്കെ നിഷേധിക്കപ്പെട്ടു പോകേണ്ടവരാണോ? ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുള്ളത്. ഒരാളും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ക്രിസ്തുവിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രേരക പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ആ പ്രേരക പരിശുദ്ധാത്മാവിനെ നിഷേധിക്കരുത്. 2 കൊരിന്ത്യർ 1:22 പറയാണ്, അവിടെ നമ്മിൽ മുദ്ര വെക്കുകയും അച്ചാരമായിട്ട് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ അച്ചാരമായിട്ട് നൽകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വചനം വായിക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് പോകണം. എന്താണ് അച്ചാരം നൽകുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്ഥലം വാങ്ങാനായിട്ട് ഏർപ്പാട് നടത്തുമ്പോൾ ആദ്യം നമ്മൾ ഒരു അച്ചാരം കൊടുക്കും, ടോക്കൺ. ഈ അച്ചാരം കൊടുത്താലുള്ള പ്രത്യേകത എന്താ? നമ്മളപ്പോൾ സ്വന്തമാക്കിയിട്ടില്ല, പക്ഷേ ഇനി നമുക്കല്ലാതെ വേറൊരാൾക്കും കൊടുക്കാൻ കഴിയില്ല. നമുക്കല്ലാതെ ഈ വസ്തു വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം അച്ചാരം മേടിച്ചേക്കല്ലേ. അതേപോലെ മനുഷ്യകുലത്തിന് മുഴുവനുമായിട്ട് അച്ചാരം നൽകപ്പെട്ടു. നമുക്ക് വേറെ മാർഗമില്ല പോകാൻ, ക്രിസ്തുവിലേക്ക് പോയേ തീരൂ. അങ്ങനെ സകല മനുഷ്യരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. അച്ചാരമായിട്ട് തന്നെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ഈ ആത്മാവ് പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിലും ഈ ആത്മാവ് പ്രവർത്തിക്കും. അതുകൊണ്ടാണല്ലോ വിശ്വാസമില്ലാത്ത അനേകർ, ദൈവത്തെ കണ്ടിട്ടില്ലാത്തവർ, കേട്ടിട്ടില്ലാത്തവർ, അറിഞ്ഞിട്ടില്ലാത്തവർ ദൈവസന്നിധിയിലേക്ക് വരാനിടയായത് എങ്ങനെയാ? ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടല്ലേ? നല്ലവരായിട്ടാണോ? ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കുറേ മെച്ചപ്പെട്ട ആളുകളായതുകൊണ്ടാണ്. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്. ആ ആത്മാവ് നിരന്തരം പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിക്കുന്നു. ഒരാളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്ന കാര്യമല്ല. കുറേ പേർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ദൈവം വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരൊക്കെ മോശമായിട്ടിരിക്കുന്നത്. അവരങ്ങനെ ജീവിച്ച് നശിക്കട്ടെ എന്ന് പറയുന്ന മനോഭാവവും കത്തോലിക്ക വിശ്വാസപ്രകാരമുള്ളതല്ല. ഇത്തരം പ്രഘോഷണങ്ങളും ഇത്തരം ചിന്തകളും യഥാർത്ഥത്തിൽ നമ്മെ നയിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മൾ ഒരു വൈരാഗ്യമുള്ള, വിദ്വേഷമുള്ള ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റുള്ളവരെ വിധിക്കാൻ കാരണമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ ആത്മാവ് എന്നേക്കുമായിട്ടാണ് നൽകപ്പെട്ടത്. ദൈവസന്നിധിയിൽ തിരികെ എത്തും വരെ ഈ ആത്മാവിൻ്റെ സഹായം നിരന്തരം നമ്മോട് കൂടെയുണ്ട്. പാപം ചെയ്യുമ്പോൾ നമ്മെ വഴിയിൽ തള്ളുന്നവനല്ല ദൈവം. പാപം ചെയ്യുന്ന നമ്മെ വീണ്ടെടുക്കാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുതാപം നമ്മളിൽ ജനിപ്പിക്കുന്നു. അനുതാപം നമ്മളിൽ ജനിപ്പിക്കുകയും ആ അനുതാപം ഏറ്റുപറയുമ്പോൾ ആശീർവാദത്തിലൂടെ സഭയുടെ ഔദ്യോഗികമായ അധികാരം ഉപയോഗിച്ച് നമുക്ക് പാപമോചനം ക്രിസ്തുവിൽ സാധ്യമാകുകയും ചെയ്യുന്നു. അങ്ങനെ നിരന്തരമായി പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയുകയോ പരിശുദ്ധാത്മാവിനെ നമ്മൾ അകറ്റുകയോ ചെയ്യുന്ന ദൈവമല്ല നമുക്കുള്ളത്, നിത്യമായി നമുക്ക് നൽകിയ ദൈവം. അതുകൊണ്ടാണ് പാപം ചെയ്യുമ്പോൾ നാം പാപത്തിൻ്റെ അടിമയല്ല എന്ന് പറയുന്നത്. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണല്ലോ. ഇനി വേറൊരാൾക്ക് അടിമയാണോ? എങ്ങനെയാ? ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി. മനുഷ്യകുലത്തെ ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത്. അതിനെ നമ്മൾ ഓർമ്മിപ്പിക്കുക. അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് പാപത്തിൻ്റെ അടിമയാകുന്നത്? പാപത്തിൻ്റെ അടിമയാണെന്ന് യേശു പറയുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ 8:34 പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പം നിരന്തരം പാപം ചെയ്യുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ, അവൻ പാപത്തിൻ്റെ അടിമയാണെന്ന് കേട്ടാൽ ഏകദേശം വ്യക്തമാണ്, പാപത്തിൻ്റെ അടിമയാണ്. പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല. യഹൂദ വിശ്വാസത്തിൻ്റെ ഒരു പ്രയോഗമാണ്, വിരുദ്ധോക്തി പ്രയോഗമായിട്ട് ക്രിസ്തു പറയുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. യേശു പറയുന്ന എല്ലാ വാക്കുകളും ശ്രദ്ധിക്കണം. അതിൽ വിരുദ്ധോക്തികളുണ്ട്. വിപരീതം പറഞ്ഞുകൊണ്ട് സത്യം പറയുന്ന മാർഗം പറയുന്നത് വിപരീതമായിരിക്കും, ദ്യോതിപ്പിക്കുന്നത് സത്യമായിരിക്കും. അതിന് ശേഷമുള്ള വചനം 35, 36, 37 ഒക്കെ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് എവിടെയാണ് പുത്രൻ വസിക്കുക? അത് പിതാവിൻ്റെ അടുത്താണ്, ഭവനത്തിലാണ്.
പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരാണ്. പുത്രൻ സ്വതന്ത്രരാക്കിയോ? പുത്രൻ സ്വതന്ത്രരാക്കിയിട്ടല്ലേ പരിശുദ്ധാത്മാവിനെ നൽകിയത്. അതുകൊണ്ട് പാപത്തിന്റെ അടിമത്വത്തിൽ നമ്മൾ എന്നേക്കും ആയിരിക്കുക എന്നത് പഴയ കാലമാണ്. അത് ഇന്ന് സാധ്യമല്ല. നാം അനുതാപത്തിലേക്ക് വരും. പാപം ചെയ്താൽ അന്ന് തന്നെ അനുതാപത്തിലേക്ക് വരുമെന്ന് വിചാരിക്കണ്ട. ചില ആളുകൾ കുറെ കഴിയുമ്പോഴായിരിക്കും അനുതാപത്തിലേക്ക് വരിക. കുറെ കൂടി അടുത്ത വിശ്വാസത്തിൽ ഉറച്ച് ആത്മാവിന്റെ പ്രചോദനങ്ങൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ പാപം ചെയ്ത ഉടനെ തന്നെ നമുക്ക് കാര്യം ബോധ്യമാവും. തെറ്റ് ചെയ്ത ഉടനെ മനസ്സിലാവും. അത് കുമ്പസാരമൊക്കെ നിരന്തരം നടത്തുകയും പ്രാർത്ഥനയിലായിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കുറച്ചും കൂടി വിശ്വാസത്തിൽ ആഴപ്പെടാൻ ദൈവാത്മാവുമായി കുറച്ചും കൂടി സഹകരിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ തെറ്റുകൾ മനസ്സിലാകാൻ തുടങ്ങും. കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയാലോ? ഇങ്ങനെയൊരു വളർച്ച ഉണ്ടാകുന്നത്. കുറെ കൂടി അപ്പുറത്തേക്ക് പോയാൽ, ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുന്നൊരു ജീവിതം ഉണ്ടായാൽ പാപ സാഹചര്യങ്ങളെ മുൻകൂട്ടി നമുക്ക് മനസ്സിലാവും. പാപവിമുക്തരായി ജീവിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് പാപകരമായൊരു വഴിയിലേക്ക് നമ്മെ തള്ളിവിടാനല്ല ക്രിസ്തു കുരിശിൽ മരിച്ചത്. അവൻ കുരിശിൽ മരിച്ചതിലൂടെ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകുകയും നമ്മുടെ പാപങ്ങൾ കഴുകുകയും പാപരഹിതമായ ജീവിതം നയിക്കാൻ നിരന്തരമായി ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നൊരു ആത്മാവിന് നിത്യസഹായകനായി നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. ദൈവസന്നിധിയിൽ തിരികെ എത്തും വരെയുള്ള യാത്രയിൽ നമ്മെ സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മെ തള്ളിക്കളയുന്നില്ല. ആ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവരിലും അച്ചാരമായിട്ടുള്ള ആത്മാവ് മാമോദിസ വഴി വിശുദ്ധീകരണത്തിന്റെ ആത്മാവായി നമ്മിലുണ്ട്. ആ വിശുദ്ധീകരണത്തിന്റെ ആത്മാവിന്റെ പ്രേരണയെ നാം തിരിച്ചറിയാൻ ദൈവോന്മുഖരായി ജീവിക്കണം. വചനം നമുക്ക് അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കൗദാശിക അർപ്പണങ്ങളിലൂടെ പോകുമ്പോൾ നാം നിരന്തരം മാമോദീസ ഉണർത്തുകയും ഈ ബോധ്യത്തിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ക്രിസ്തു അനുഗമനം ഏറ്റവും ഭംഗിയായി നടത്താൻ ദൈവത്തിൻ്റെ സഹായം നിരന്തരം നമ്മോട് കൂടെയുണ്ട്. ഈ വിശ്വാസം നിങ്ങളിൽ തന്നെ മാത്രം നിലനിർത്തിയാൽ പോരാ, ഇത് മറ്റുള്ളവരോട് പറയണം. അനേകർ ഈ വേദനയിലും അസ്വസ്ഥതയിലുമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, മറ്റുള്ളവരുമായി ഇത് പങ്കുവെക്കുക. അങ്ങനെ പങ്കുവെക്കുമ്പോൾ സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങളും പങ്കാളികളായി തീരും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ.